ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാനെന്താ ഈ ചാനലിൽ നിന്ന്. ഇനി മുതൽ തന്നെ ഓറഞ്ച് ടെക്കീസിലും ഈ ചാനലിലും കാണാം. അതുകൊണ്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനൊരു ഡൽഹി യാത്ര പോയിരുന്നു. അതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ട്രെയിനിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. അവിടെ മുഴുവൻ കൃഷിയിടങ്ങളാണ്. കരിമ്പ് കൃഷിക്ക് വേണ്ടി നിലം ശരിയാക്കുന്നതാണിത്. ഡൽഹിയിലെത്താൻ 48 മണിക്കൂർ ഞങ്ങൾ യാത്ര ചെയ്യണം. ട്രെയിനിൽ ഇരിക്കുമ്പോഴുള്ള നേരമ്പോക്കാണ് നിങ്ങളിത് കാണുന്നത്. പിന്നെ കിങ്ങിണിയും കിടന്നുറങ്ങുന്നുണ്ട്. ഞങ്ങൾ ആദ്യം പോയത് ആഗ്രയിലെ താജ്മഹൽ കാണാനാണ്. ഈ കാണുന്നത് താജ്മഹലിൻ്റെ മെയിൻ ഗേറ്റാണ്. ഞങ്ങൾ ഓൺലൈനായി ഇതിൻ്റെ എൻട്രി ഫീസ് എടുത്തിരുന്നു, അല്ലെങ്കിൽ നീണ്ട ക്യൂ നിൽക്കേണ്ടി വരും. ഈ ഗേറ്റ് കടന്ന് നമ്മൾ നേരെ കാണുന്നത് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായ മാർബിൾ കൊട്ടാരമായ താജ്മഹലാണ്. കണ്ണിനെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണത്. ഷാജഹാൻ പണി കഴിപ്പിച്ച മുംതാസിൻ്റെ ശവകുടീരം. എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് താജ്മഹൽ. അത്രയ്ക്ക് മനോഹരമാണ് ഈ മാർബിൾ കൊട്ടാരം. കുറേ നേരം കണ്ണെടുക്കാതെ താജ്മഹൽ കണ്ട് ആസ്വദിച്ചു. അത്രയ്ക്ക് മനോഹരമാണത്. പിന്നെ താജ്മഹലിൻ്റെ അകത്തേക്ക് പോകാനായി അതിലൂടെ നടന്നു. ചുറ്റും നല്ല അതിമനോഹരമായ കാഴ്ചകളാണ്. അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അപ്പ എനിക്ക് അതിൻ്റെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു തന്നു. അപ്പ കിങ്ങിണിയും ആബേലും നടക്കുന്നുണ്ട്. പിന്നെയും അവിടെ നിന്ന് കുറച്ച് നേരം കണ്ടാസ്വദിച്ച് താജ്മഹലിൻ്റെ മുകളിലേക്ക് കയറി. വളരെ തിരക്കുള്ള ദിവസമായിരുന്നു അത്. കുറേ ആൾക്കാർ താജ്മഹൽ ചുറ്റി കണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. താജ്മഹലിനകത്തേക്ക് കയറണമെങ്കിൽ അവിടെ നിന്നൊരു സോക്സ് കിട്ടും. അത് ധരിച്ചുകൊണ്ട് വേണം അതിൻ്റെ അകത്തേക്ക് കയറാൻ. പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് പോയി. എന്നാൽ അതിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കാനും ക്യാമറയും ഒന്നും അനുവദിക്കുന്നതല്ല. താജ്മഹലിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ നല്ല സൈലൻ്റ് ഏരിയ ആയിരുന്നു അത്. അതിൻ്റെ ഉള്ളിൽ മുംതാസിൻ്റെ ശവകുടീരം ഗ്രില്ലിട്ട് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മോഡൽ നമുക്ക് കാണാനായി പുറത്തും വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇത്രയും മനോഹരമായ ഒരു കൊട്ടാരം ഉണ്ടാക്കിയത് വളരെ അദൃശ്യമായ കഴിവ് തന്നെയാണ്. ഇതിൽ ഞങ്ങൾ അവിടെ വെച്ചെടുത്ത ഫോട്ടോസ് ചിലത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും അടുത്ത വീഡിയോയുമായി ഞാൻ പിന്നെ വരുന്നതാണ്. താങ്ക് യു. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ.